യോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഡേ 10 ആസ് എ സി സ്റ്റുഡൻറ്. ആൻഡ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മറ്റേ ഡെയിലി വീഡിയോ ചെയ്യുന്ന പോലെ രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള പരിപാടികളൊക്കെ കാണിച്ചിട്ടുള്ള വീഡിയോ ആക്കാം. ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കുന്നില്ല, കാരണം ഡെയിലി അത് തന്നെ കണ്ട് നിനക്കും ബോറടിക്കും, സെയിം സാധനം തന്നെ എഡിറ്റ് ചെയ്ത് എനിക്കും ബോറടിക്കുന്നു. ആൻഡ് ഇന്നപ്പോൾ ഒരു പണി ഞാൻ വിചാരിച്ചു, ജസ്റ്റ് പഠിക്കുന്നതിൻ്റെ ഒരു ടൈം ലാപ്സ് ആയിട്ട് ഇടാന്ന് വിചാരിച്ചു. മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എയിം. അതിപ്പോ ജസ്റ്റ് ഞാനിപ്പോ കഴിഞ്ഞ 2 ദിവസം ലെങ്ത് കുറഞ്ഞ് ജസ്റ്റ് 2 മിനിറ്റ്സ് വരുന്ന വീഡിയോ ആണ് കഴിഞ്ഞ 2 ദിവസത്തിൽ. കാരണം എനിക്ക് അത്ര കണ്ടന്റ് വരുന്നില്ല. പിന്നെ ഏറ്റവും കൂടുതൽ കണ്ടന്റ് വന്നത് മാത്സ് ക്ലാസ്സിലാണ്. അതിനകത്താണ് ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിടിച്ചുകൊണ്ട് പാട്ട് പഠിക്കുന്ന സാറൊക്കെ ഉള്ളത്. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 3 ദിവസമായിട്ട് സ്റ്റാറ്റ് തന്നെ. സോ അതിനകത്ത് കണ്ടതൊന്നും കിട്ടില്ല. പിന്നെ മൊബൈൽ മേടിച്ചു വെക്കണ ആ ഒരു പോളിസിയും കൂടെ ലക്ഷ്യകാലം ഇംപ്ലിമെന്റ് ചെയ്തു. ഇപ്പൊ ഞങ്ങളുടെ ഫോണൊക്കെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു പെട്ടിയിലാക്കി ക്ലാസിന്റെ ഏറ്റവും ബാക്കിൽ കൊണ്ടുപോയി. ഉച്ചയ്ക്ക് എടുക്കാം, പക്ഷെ ഞാൻ ഉച്ചയ്ക്ക് എടുക്കാൻ പോകാറില്ല. കാരണം മൊബൈൽ മാക്സിമം ഒഴിവാക്കുക, മെന്റൽ ഹെൽത്ത് ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് കൂട്ടുകാരന്മാരോട് സംസാരിച്ചിരിക്കാറുള്ളൂ. പിന്നെ വൈകിട്ടാകുമ്പോഴത്തേനും മൊബൈൽ എടുക്കുക, വീട്ടിൽ പോകും. സോ ഇടയ്ക്കുള്ള പരിപാടി ഒന്നും എടുക്കലില്ല. മാത്സ് ക്ലാസ്സിലാണ് പിന്നെ കണ്ടന്റ് കിട്ടുള്ളൂ. മാത്സ് ക്ലാസ് ഇനി ഈ ആഴ്ച ഇല്ല, അടുത്ത ആഴ്ച ഉണ്ടോന്ന് അറിയണമെങ്കിൽ ഞായറാഴ്ച വേണം ടൈം ടേബിളിലായി. അപ്പോൾ അങ്ങനെ കണ്ടന്റ് ഒക്കെ ഇങ്ങനെ മുട്ടി നിൽക്കുന്ന ടൈമിൽ ഇന്നപ്പോ എന്ത് ചെയ്യുന്ന വിചാരിച്ചപ്പോ ഒരു ഐഡിയ തോന്നി, ജസ്റ്റ് പഠിക്കുന്നതിന്റെ ഒരു ടൈം ലാപ്സ് എടുത്തതാണ്. സോ അപ്പോൾ ഇന്ന് പിന്നെ മെയിൻ കാര്യം, ഇന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒരു ചാപ്റ്റർ ക്ലിയർ ചെയ്തു. ഇന്ന് ഒരു ചാപ്റ്റർ ഫിനിഷ് ചെയ്തു ഒരൊറ്റ ദിവസം കൊണ്ട്. ആൻഡ് പറഞ്ഞു വരുവാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു ദിവസം കൊണ്ട് ഒരു ചാപ്റ്റർ തീർത്തു. ഇതിനു മുമ്പ് 4 ദിവസം കൊണ്ട് പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ തീർത്താറും. അത് തീർത്ത് കഴിഞ്ഞിട്ട് നേരെ ഇതിനകത്തേക്ക് ഒന്ന് കയറി തീർത്തു. ബട്ട് ഇത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ഒരു ലോഡ് ഹോംവർക്ക് വന്നിട്ടുണ്ട്. ഐ തിങ്ക് ഒരു 60 ഉണ്ടോ അത്ര എങ്ങാണ്ട് ഹോംവർക്ക് എങ്ങാണ്ട് വർക്ക്ഔട്ട് ചെയ്യാൻ തന്നിട്ട്. ഇത്രയും ചെയ്യും വേണം. ഈ ഒരു ചാപ്റ്റർ ഫുള്ള് പഠിക്കും. ഡെയിലി പഠിച്ചു പോയില്ലെങ്കിൽ പിന്നെ അത് ഭാവിയിൽ ഭയങ്കര അടങ്ങിയാറും. The truth is that the faculties are not going to go easy on us. നമ്മളെ കൊണ്ട് മാക്സിമം ഗ്രൈൻഡ് ചെയ്യാണ്ട് സർവൈവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ കൂടുതൽ ബ്ലാ 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 പറയുന്നില്ല, നേരെ പോയി പഠിക്കട്ടെ. അങ്ങനെ ഇന്നത്തെ സ്റ്റഡി സെക്ഷൻ കഴിഞ്ഞു. പിന്നെ ടൈം ലാപ്സിൽ ഇടയ്ക്ക് ഒരു ട്രിം വരുന്നുണ്ട്, കാരണം തുടക്കത്തിലത്തെ കുറെ പോർഷൻസ് കാണിച്ച് പിന്നെ അവസാനം തീർക്കാറാകുമ്പോൾ കുറച്ച് പോർഷൻസ് ആണ് എടുക്കുന്നത്. അല്ലാണ്ട് പിന്നെ വീഡിയോക്ക് ലെങ്ത് കൂട്ടിയിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നാളെ ഡേ 11 ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ.